വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഏതെല്ലാം മേഖലകളിലാണ് ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ GM ക്രോപ്പിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് പഠിച്ചത് അല്ലേ. ഇന്ന് നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കാം. One of the important application of biotechnology in agriculture is the production of പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് ബയോടെക്നോളജിയുടെ അഗ്രികൾച്ചറിലുള്ള ഒരു പ്രധാന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ്, പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീടങ്ങൾ അല്ലേ. അപ്പോൾ സാധാരണ പ്ലാന്റ്സിനെയൊക്കെ കീടങ്ങളെല്ലാം വന്ന് ആക്രമിക്കാറുണ്ട്. അപ്പോൾ കീടങ്ങൾ ആക്രമിക്കാത്ത തരത്തിലുള്ള, പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കീടവും ആക്രമിക്കാത്ത തരത്തിലുള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ എന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അപ്പൊ നമുക്ക് പെസ്റ്റിസൈഡ് ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. കാരണം ഈ പ്ലാന്റ് ഒരു പെസ്റ്റിസൈഡ് പോലെയാണ് അല്ലേ. ആ പ്ലാന്റില് ഒരു കീടവും ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിന് ഒരു പെസ്റ്റിസൈഡിന്റെ ആവശ്യമില്ല. അപ്പോ അത് തന്നെ ഒരു പെസ്റ്റിസൈഡായിട്ട് പ്രവർത്തിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ഹെൽപ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡിന്റെ ഉപയോഗം അത് കുറക്കുന്നു. A soil bacterium, Bacillus thuringiensis, produce a protein crystal during a particular phase of their growth. ഒരു പ്രത്യേക ഫേസില്, അതിന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഫേസില് ഈ സോയിൽ ബാക്ടീരിയം ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രോട്ടീൻ ക്രിസ്റ്റൽ. അപ്പോൾ ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽ അതിന്റെ ലൈഫില് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോയിൽ ബാക്ടീരിയം Bacillus thuringiensis. These crystal contain a toxic insecticidal protein. അപ്പോൾ അതിനകത്തുള്ളത്, ഈ ക്രിസ്റ്റലിലുള്ളത് ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷാംശമുള്ള ഒരു ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്, അതിനകത്ത് ദാറ്റ് ക്രിസ്റ്റൽ കണ്ടെയ്ൻ എ ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. ഒരു ഇൻസെക്റ്റിനെ കൊല്ലാൻ കഴിവുള്ള ഒരു പ്രോട്ടീനാണ് ഈ ക്രിസ്റ്റലില് അടങ്ങിയിട്ടുള്ളത്. അതിനെ BT ടോക്സിൻ എന്ന് പറയും. That protein is known as, that toxic substance is known as BT toxin. BT toxin എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? BT, Bacillus thuringiensis. B from Bacillus, T from thuringiensis. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ടാണ് BT എന്ന് പറയുന്നത്. ആ ബാക്ടീരിയയിൽ നിന്നുള്ള ഒരു പ്രോട്ടീനാണ് ഈ ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ടോക്സിനെ BT ടോക്സിൻ എന്ന് പറയും. മനസ്സിലായല്ലോ. ദിസ് ടോക്സിൻ can kill certain insects such as lepidopterans, coleopterans and dipterans. ഈ ടോക്സിന് കുറെ ഇൻസെക്റ്റുകളെ കൊല്ലുന്നു. ഏതൊക്കെയാണ് ആ ഇൻസെക്റ്റുകള്? ലെപ്പിഡോപ്റ്ററൻസ്, കൊളിയോപ്റ്ററൻസ് ആൻഡ് ഡിപ്റ്ററൻസ്. ലെപ്പിഡോപ്റ്ററൻസ്, കൊളിയോപ്റ്ററൻസ് ആൻഡ് ഡിപ്റ്ററൻസ്. ഇത് മൂന്നും ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലെ ഇൻസെക്റ്റ എന്ന ക്ലാസ്സിലെ ഓർഡറുകളാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാകും ഫൈലം ആർത്രോപോഡ. അതിന്റെ ഡിഫറെന്റ് ക്ലാസ്സുകളുണ്ട്. അതിൽ ഇൻസെക്റ്റ എന്ന് പറയുന്ന ക്ലാസ്സിലെ 3 ഓർഡേഴ്സ് ആണ് ലെപ്പിഡോപ്റ്ററൻസ്, കൊളിയോപ്റ്ററൻസ് ആൻഡ് ഡിപ്റ്ററൻസ് എന്ന് പറയുന്നത്. ഇതില് ലെപ്പിഡോപ്റ്ററൻസില് ടുബാക്കോ, ബഡ് വേം, ആർമി വേം ഇതൊക്കെ ഉൾപ്പെടുന്നു. ചില വേമുകളാണ് അതിനകത്തുള്ളത് അല്ലെ. ടുബാക്കോ, ബഡ് വേം, ആർമി വേം എന്നൊക്കെ പറയും. ഇനി കൊളിയോപ്റ്ററൻസില് ബീറ്റിൽസ്. ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടുകൾ അല്ലെ. അപ്പൊ കുറച്ച് വണ്ടുകളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ഡിപ്റ്ററൻസിനകത്ത് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ്. ഡിപ്റ്ററൻസില്
ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ്. അപ്പോൾ ഇതെല്ലാം ആണ് ഈ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ BT ടോക്സിന് കൊല്ലാൻ കഴിവുള്ള ഇൻസെക്റ്റുകളാണിത്. അപ്പോൾ ഈ ഇൻസെക്റ്റുകൾ, ഇത്രയും ഇൻസെക്റ്റുകൾ ഉണ്ട്. നമുക്ക് ഇൻസെക്റ്റിന്റെ പേര് മാത്രം എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പേരുകൾ കൂടി നിങ്ങൾ അറിയണം. നീറ്റിനൊക്കെ എഴുതുമ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ BT ടോക്സിൻ ആക്രമിക്കുന്ന ലെപ്പിഡോപ്റ്ററൻസ്, കൊളിയോപ്റ്ററൻസ്, ഡിപ്റ്ററൻസ്, ആ പേര് കൂടി നിങ്ങളിവിടെ നമ്മുടെ ബുക്കിലുള്ളത് കൊണ്ട് അതും കൂടി നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. BT ടോക്സിൻ. അപ്പോൾ BT ടോക്സിന് ഇത്രയും ഇൻസെക്റ്റിനെയൊക്കെ കൊല്ലാൻ കഴിവുണ്ട്. ഇനി ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് BT ടോക്സിൻ ഈസ് നോൺ ആസ് BT ടോക്സിൻ ജീൻ ഓർ ക്രൈ ജീൻ. ഈ BT ടോക്സിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ BT ടോക്സിന് കാരണമായ ജീൻ എന്ന് പറയുന്നതിനെ BT ടോക്സിൻ ജീൻ എന്ന് പറയും. BT ടോക്സിൻ ജീൻ ഓർ ക്രൈ ജീൻ എന്തിനാണ്? BT ടോക്സിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ BT ടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിനെയാണ് BT ടോക്സിൻ ജീൻ അല്ലെങ്കിൽ ക്രൈ ജീൻ എന്ന് പറയുന്നത്. ഈ ടോക്സിൻ ഉണ്ടാക്കുന്ന ജീൻ ഏതാണെന്ന് ഇപ്പൊ നമുക്കറിയാം അല്ലെ. അപ്പോ ആ ജീനിനെ ആ ബാക്ടീരിയയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് ഒരു പ്ലാന്റിൽ വെച്ച് പിടിപ്പിച്ചാൽ ആ പ്ലാന്റും പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ദിസ് ക്രൈ ജീൻ ഓർ ദിസ് BT ടോക്സിൻ ജീൻ can be separated from the bacteria and transferred to the DNA of the host plant cell by biotechnology or genetic engineering. ജനറ്റിക് എഞ്ചിനീയറിംഗ് മുഖേന അല്ലെങ്കിൽ ബയോടെക്നോളജിയിലൂടെ ഈ ടോക്സിക് ജീനിനെ ആ ബാക്ടീരിയയിൽ നിന്നെടുത്തിട്ട് നമുക്ക് പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലാന്റും എന്തായിട്ട് മാറും? അതും ഒരു പെസ്റ്റിസൈഡ് ആയിട്ട്, ഒരു ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബയോടെക്നോളജി പഠിച്ചു അല്ലെ. അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് മുഴുവൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അതിന്റെ ഓരോ സ്റ്റെപ്പും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ഉണ്ട്, അതാണ് BT ടോക്സിൻ എന്ന് പറയുന്നത്. ആ ടോക്സിൻ ഏത് ജീനാണോ ഉണ്ടാക്കുന്നത് ആ ജീനിനെ നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് പുറത്തെടുക്കുന്നു അല്ലെ. ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ പുറത്തെടുത്തിട്ട് അതിലേതാണോ BT ടോക്സിൻ ഉണ്ടാക്കുന്നത് ആ ജീനിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനെ ഒരു വെക്ടർ DNA വെച്ചിട്ട് ആ വെക്ടർ DNA കോമ്പീറ്റന്റിലൂടെ നമ്മൾ ഒരു പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്ലാന്റ് സെല്ലിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു? കോമ്പീറ്റന്റ്. എങ്ങനെയാണ് കോമ്പീറ്റന്റ്? പ്ലാന്റ് സെല്ലിനെ എങ്ങനെയാണ് കോമ്പീറ്റന്റ് ആക്കുന്നത്? ത്രൂ ജീൻ ഗൺ അല്ലെ. ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗണ്ണിലൂടെ നമ്മൾ അതിനെ ആ പ്ലാന്റ് സെല്ലിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ ഒരു പ്ലാന്റ് സെല്ലില് ഈ ജീൻ ഇപ്പോൾ ഉണ്ട് അല്ലെ. അതൊരു റീകോമ്പിനന്റ് സെല്ലായി കഴിഞ്ഞു. ആ റീകോമ്പിനന്റ് സെല്ലിനെ നമുക്ക് ടിഷ്യൂ കൾച്ചറിലൂടെ അതിനെ ഒരു കാലസ് ആക്കിയിട്ട് വേണമെങ്കിൽ ടിഷ്യൂ കൾച്ചറിലൂടെ വീണ്ടും അതിനെ ഒരു ചെറിയ സീഡ്ലിങ്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലെ. അതിന്റെ ഒരുപാടെണ്ണം നമുക്ക് അങ്ങനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആ പ്ലാന്റിനെ, ഒരുപാട് പ്ലാന്റിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. മനസ്സിലായല്ലോ? അതാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ ബയോടെക്നോളജി നമ്മൾ പഠിച്ച ആ ടെക്നിക്കിലൂടെയാണ് ആ BT ടോക്സിൻ ജീനിനെ ബാക്ടീരിയയിൽ നിന്നെടുത്ത് നമ്മൾ പ്ലാന്റിലേക്ക് കൊടുത്തത്. മനസ്സിലായോ? ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് സെന്റൻസുകളുണ്ട്. ആ ടെക്സ്റ്റിലുള്ള സെന്റൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? BT ടോക്സിൻ ജീൻ ഹാസ് ബീൻ ക്ലോൺ ഫ്രം ദ ബാക്ടീരിയ ആൻഡ് ബീൻ എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ് to provide resistance to insects without the need for insecticides. ടെക്സ്റ്റിലുള്ള സെന്റൻസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തെന്നാ പറയുന്നത്? BT ടോക്സിൻ ജീൻ ഹാസ് ബീൻ ക്ലോൺ ഫ്രം ബാക്ടീരിയ. ക്ലോൺ ഫ്രം ബാക്ടീരിയ. ബാക്ടീരിയയിൽ നിന്ന് അതിനെ ക്ലോൺ ചെയ്തെടുത്തു. ബാക്ടീരിയയിൽ നിന്ന് ക്ലോൺ ചെയ്തെടുത്തിട്ട് പിന്നെ കുറേ സെന്റൻസുകൾ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, അത് പറയുന്നില്ല. പിന്നെ പറഞ്ഞ സെന്റൻസ് എന്താണ്? ആൻഡ് ബീൻ എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ്. അത് പ്ലാന്റ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ക്ലോൺ ഫ്രം ബാക്ടീരിയ ആൻഡ്
എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ ബയോടെക്നോളജിയുടെ പ്രോസസ്സുകളെല്ലാം അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ബാക്ടീരിയയിൽ നിന്ന് അതിനെ എടുത്തു, അതിനെ എക്സ്പ്രസ് ചെയ്തത് പ്ലാന്റ്സിലാണ്. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് എടുത്ത ആ പ്രോട്ടീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് അതിൽ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൽ ആ ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നു. അതാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പ്രോട്ടീൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ എവിടെയാണ് എക്സ്പ്രസ് ചെയ്തത്? പ്ലാന്റ്സിൽ എക്സ്പ്രസ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നീറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ക്ലോൺ ഫ്രം ദി BT ടോക്സിൻ ജീൻ ക്യാൻ ബി ക്ലോൺ ഫ്രം എന്ന് എഴുതിയിട്ട് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ഫംഗി, ബാക്ടീരിയ, അങ്ങനെ പലതും തരും. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ എഴുതണം. ഈ ടെക്സ്റ്റിലെ സെന്റൻസ് ആണ് കോട്ട് ചെയ്ത് തന്നത്. അല്ലെങ്കിൽ ദ ജീൻ എക്സ്പ്രസ്ഡ് ഇൻ, എവിടെയാണ് എക്സ്പ്രസ് ചെയ്തത് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ടെക്സ്റ്റിലെ സെന്റൻസ് നിങ്ങൾ അതേപടി പഠിച്ചിരിക്കണം. മനസ്സിലായോ? നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഈ സെന്റൻസുകളുടെ അർത്ഥം, അതിന്റെ എല്ലാ മീനിങ്ങും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കണം. അല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ പഠിച്ചാലും മതി, കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോ എന്തെന്നായിരുന്നു? The BT toxin gene has been cloned from bacteria and expressed in plants to provide resistance to insects without the need for insecticide. ഇൻസെക്ടിസൈഡിന്റെ ആവശ്യമില്ലാതെ അത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ട്, അതിനൊരു ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഒറ്റ സെന്റൻസിൽ ബയോടെക്നോളജിന് നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും അതിനകത്തേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ BT ടോക്സിൻ ജീൻ അല്ലെങ്കിൽ ക്രൈജീൻ എന്ന് പറഞ്ഞു. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈജീൻ. ഒരുപാട് തരം ക്രൈജീൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈജീനുകളാണ്. അപ്പൊ പലതരത്തിലുള്ള ക്രൈജീൻ ഉണ്ട്. There are different types of crygenes. ഒരുപാട് തരം ക്രൈജീൻസ് ഉണ്ട്. പ്രോട്ടീൻ എൻകോഡഡ് ബൈ ദ ജീൻസ് Cry1AC, Cry2AB control cotton boll worms. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ക്രൈജീൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്രൈജീനിന് പല പല പേരുകളുണ്ട്. അപ്പോൾ അതിന്റെ പേരാണ് Cry1AC, Cry1AB, Cry2AB, ഇങ്ങനെ ഒത്തിരി പേരുകൾ അതിനുണ്ട്. അപ്പോൾ അതിൽ എക്സാമ്പിൾ ആണ് Cry1AC and Cry2AB കൺട്രോൾ കോട്ടൺ ബോൾ വേംസ്. കോട്ടണില് വരുന്ന ബോൾ വേംസ് എന്ന് പറയുന്ന ഒരു കീടത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് Cry1AC അല്ലെങ്കിൽ Cry2AB. മനസ്സിലായല്ലോ? ഇനി Cry1AB എന്ന് പറയുന്നത് കൺട്രോൾ കോൺ ബോറർ. കോണിനകത്ത് വരുന്ന ബോറർ എന്ന് പറഞ്ഞ ഒരു തണ്ടുതുരപ്പൻ, അതേപോലത്തെ ഒരു കീടാണ്. ആ കീടത്തിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രൈജീനാണ് Cry1AB എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈജീൻ ഉണ്ട്. ഓരോ കീടത്തിനെയും പ്രതിരോധിക്കാൻ പർട്ടിക്കുലർ ക്രൈജീനുകളുണ്ട്. മനസ്സിലായോ? ഇനി അപ്പൊ BT ടോക്സിൻ ജീൻ എന്താണ്, അതെങ്ങനെയാണ് പ്ലാന്റ്സിലേക്ക് മാറ്റുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ ഇപ്പൊ. ഇനി ഈ കോട്ടൺ ഹാവിംഗ് BT ടോക്സിൻ ജീൻ ഈസ് നോൺ ഏസ് BT കോട്ടൺ. BT കോട്ടൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് BT കോട്ടൺ എന്ന് പറയുന്നത്? BT എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം അല്ലെ? എന്താണ്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ്, അതാണ് BT എന്ന് പറയുന്നത്. BT കോട്ടൺ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? ദിസ് കോട്ടൺ ഈസ് ഹാവിംഗ് ദിസ് BT ടോക്സിൻ ജീൻ. അതുകൊണ്ടാണ് അതിനെ BT കോട്ടൺ എന്ന് വിളിക്കുന്നത്. BT ടോക്സിൻ ജീൻ അടങ്ങിയിട്ടുള്ള കോട്ടൺ പ്ലാന്റിനെയാണ് BT കോട്ടൺ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നിരവധി GM ക്രോപ്പുകളുണ്ട്. There are several types of GM crops having this BT toxin gene. ഈ BT ടോക്സിൻ ജീനുള്ള ഒരുപാട് തരം ക്രോപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ BT ടോക്സിൻ ജീൻ അടങ്ങിയിട്ടുള്ള ഒരുപാട് ക്രോപ്പ് പ്ലാന്റ്സ് വേറെയുമുണ്ട്. BT കോൺ, BT റൈസ്, BT ബ്രിഞ്ചാൾ, BT പൊട്ടറ്റോ, BT ടൊമാറ്റോ, ഇങ്ങനെ ഒരുപാട് വേറെയും
പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ BT എന്ന് പറഞ്ഞിട്ട് ചേർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ BT എന്ന് ചേർത്താൽ അതിനർത്ഥം എന്താണ്? ആ പ്ലാന്റിൽ BT ടോക്സിൻ ജീൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ BT ടോക്സിൻ ജീൻ എവിടെ നിന്നാണ് കിട്ടിയത്? ബാക്ടീരിയയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഈ BT ടോക്സിൻ ജീൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായോ? അപ്പോ BT കോട്ടൺ എന്ന് പറഞ്ഞാൽ BT കോട്ടൺ ഈസ് ഹാവിങ് BT ടോക്സിൻ. അതുപോലെ BT കോണിലും ഇതിനെല്ലാത്തിനകത്തും ആ ടോക്സിൻ ജീൻ അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയയോ അല്ലെങ്കിൽ ആ പ്ലാന്റിനോ ഈ ടോക്സിൻ ഉള്ളത് കൊണ്ട് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബാക്ടീരിയ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് ആ ബാക്ടീരിയക്ക് ഒരു കുഴപ്പവുമില്ല. ഇനി ആ ബാക്ടീരിയ എന്നുള്ള ആ ടോക്സിൻ നമ്മളെടുത്ത് ഒരു പ്ലാന്റിലേക്ക് വെച്ചു കൊടുത്തു, എന്നിട്ട് പ്ലാന്റിനും ഒരു കുഴപ്പവുമില്ല. പിന്നെ ആർക്കാണ് കുഴപ്പം? ഈ പെസ്റ്റിനാണ് കുഴപ്പം, അല്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? This is because actually this toxin exists as an inactive protoxin in the bacteria or in the GM crop. ആ മോഡിഫൈ ചെയ്ത, ആ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ആ ക്രോപ്പില് അത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബാക്ടീരിയയില് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഇനാക്റ്റീവ് ഫോമിലാണ്. ആ ഇനാക്റ്റീവ് ഫോമിന് നമ്മൾ എന്ത് പേര് പറയും? പ്രോടോക്സിൻ എന്ന് പറയും. ഇപ്പോ പ്രോടോക്സിൻ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് അത് ബാക്ടീരിയയിലാണെങ്കിലും ആ GM ക്രോപ്പിലാണെങ്കിലും ഇരിക്കുന്നത്, അല്ലെ? GM ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ടോക്സിനെ എടുത്ത്, ഈ ടോക്സിൻ ഉണ്ടാക്കുന്ന ജീനിനെ എടുത്ത് ഈ പ്ലാന്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ദാറ്റ് പ്ലാന്റ് ബിക്കം ജനറ്റിക്കലി മോഡിഫൈഡ്, അല്ലേ? അപ്പോൾ അതിനെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്ന് നമ്മൾ പറയും. അപ്പോ ഈ ജീൻ അതിനകത്തുണ്ടായിരുന്നിട്ട് ആ പ്ലാന്റിന് ഒരു കുഴപ്പവുമില്ല, ആ ബാക്ടീരിയക്കും ഒരു കുഴപ്പവുമില്ല. ബിക്കോസ് ദ ജീൻ എക്സിസ്റ്റ് ആസ് എൻ ഇനാക്റ്റീവ് ഫോം. പ്രോടോക്സിൻ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് അത് അതിനകത്തിരിക്കുന്നത്. ഇനി എപ്പോഴാണ് അത് മാറുന്നത്? when an insect ingest this toxin. ഇൻജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിലൂടെ അതിനെ ഭക്ഷിക്കുമ്പോൾ അതാണ് ഇൻജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ when an insect feed this GM plant, ആ GM പ്ലാന്റിനെ ഒരു ഇൻസെക്ട് ഭക്ഷിക്കുമ്പോൾ this toxin reaches the gut of the insect, and where it lost its inactive form due to the alkaline pH of the gut and become active. അത് ഇതിനെ ഈ ടോക്സിൻ അടങ്ങിയിട്ടുള്ള ആ ബാക്ടീരിയ ഇതിന്റെ ശരീരത്തിലെത്തിയാൽ, അല്ലെങ്കിൽ ആ ടോക്സിൻ അടങ്ങിയിട്ടുള്ള ആ GM ക്രോപ്പിനെ ഒരു ഇൻസെക്ട് ഭക്ഷിച്ചാൽ, അപ്പോ അതിന്റെ കുടലിലെത്തുന്നു, അല്ലെ? ആ പെസ്റ്റിന്റെ കുടലിൽ, ഗട്ടിൽ അത് എത്തുന്നു, അല്ലെ? ഭക്ഷിക്കുമ്പോൾ അത് ഗട്ടിലൂടെ അല്ലേ ഇറങ്ങി പോകുന്നത്. അപ്പോ അത് അതിന്റെ ഗട്ടിലെത്തുന്നു. ഇനി ഗട്ടിൽ ചെന്ന് കഴിയുമ്പോഴോ ആ പ്രോടോക്സിൻ, ഇനാക്റ്റീവ് ആയിരുന്ന പ്രോടോക്സിൻ അപ്പോ അവിടെ ആക്റ്റീവ് ആയിട്ട് മാറുന്നു. എങ്ങനെയാണ് ആക്റ്റീവ് ആയിട്ട് മാറുന്നത്? ഗട്ടിലുള്ള ആൽക്കലൈൻ പിഎച്ചില് അത് അലിഞ്ഞ് അത് ആക്റ്റീവ് സ്റ്റേജിലേക്ക് മാറുന്നു. അപ്പൊ ഗട്ടിലുള്ള ആൽക്കലൈൻ പിഎച്ച് കാരണം അത് ആക്റ്റീവ് സ്റ്റേജിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് സ്റ്റേജിലേക്ക് മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ടോക്സിൻ binds the surface of the midgut epithelial cells and create pores, cause swelling of cells and lysis, and ultimately cause the death of the insect. അപ്പോൾ സാധാരണ ഈ BT ടോക്സിൻ ജീൻ പ്രോടോക്സിൻ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് ബാക്ടീരിയയിലാണെങ്കിലും ഈ GM ക്രോപ്പിലാണെങ്കിലും അതിരിക്കുന്നത്. മനസ്സിലായ? ഇനി എപ്പോഴാണ് അത് ആക്റ്റീവ് ഫോമിലോട്ട് വരുന്നത്? ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ആക്റ്റീവിലെത്തുന്നത് എപ്പോഴാണ്? അതിനെ ഒരു ഇൻസെക്ട് ഫീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ടോക്സിൻ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവായിട്ട് മാറുന്നു. ഡ്യൂ ടു ദ ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ട്. അതിന്റെ ഗട്ടിലെത്തുകയും ആ ഗട്ടിലുള്ള ആൽക്കലൈൻ pH കൊണ്ട് അത് ഒരു ആക്റ്റീവ് ഫോമിലോട്ട് മാറുകയും ചെയ്യുന്നു. ദിസ് ആക്റ്റീവ് ടോക്സിൻ ബൈൻഡ്സ് ദ സർഫസ് ഓഫ് ദി മിഡ്ഗട്ട് എപ്പിത്തീലിയം. എപ്പിത്തീലിയൽ സെൽസിനെ, സർഫസിലുള്ള മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിനെ അത് ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ക്രിയേറ്റ് പോർസ്, അതിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ സെല്ല് സ്വെല്ല് ചെയ്തു വരുന്നു, വീർത്തു വരുന്നു. പിന്നീട് അത് ലൈസിസ്, അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അത് പൊട്ടിപ്പോകുന്നു.
ആൻഡ് അൾട്ടിമേറ്റ്ലി കോസ് ദ ഡെത്ത് ഓഫ് ദ ഇൻസെക്ട്. ആ ഇൻസെക്റ്റിന് അവസാനം മരണം സംഭവിക്കുന്നു. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? അപ്പോൾ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബയോ പെസ്റ്റിസൈഡ് എന്ന് വിളിക്കാം അല്ലേ? അത് ജീവിച്ചിരിക്കുന്ന ഒരു പെസ്റ്റിസൈഡാണ്. അപ്പൊ ആ പെസ്റ്റിസൈഡ് ആയിട്ടുള്ള ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് അതിനെ കീടങ്ങളൊന്നും ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു സ്വയം കീടനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ? അപ്പൊ അത് ഇൻ എഫക്ട് ദേ ബിക്കം എ ബയോ പെസ്റ്റിസൈഡ്. അതൊരു ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അത് സ്വയം ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബയോ പെസ്റ്റിസൈഡില് BT കോട്ടൺ ആണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ആ BT കോട്ടണില് എങ്ങനെയാണ് BT കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഒരു ക്രിസ്റ്റൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഉണ്ടാക്കുന്നത്. ആ ടോക്സിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ BT ടോക്സിൻ എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് BT ടോക്സിൻ ജീൻ അല്ലെങ്കിൽ ക്രൈ ജീൻ ആണ്. ആ ജീനിനെ ആ ബാക്ടീരിയയിൽ നിന്നും നമ്മൾ അതിനെ ക്ലോൺ ഫ്രം ദ ബാക്ടീരിയ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ്. അതിനെ പ്ലാന്റ്സിലേക്ക് വെച്ചു കൊടുക്കുന്നു. അത് പ്ലാന്റ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നു. പ്ലാന്റ്സിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ? ഇനി അത് ആ പ്ലാന്റിന്റെ ശരീരത്തിൽ അപ്പൊ ആ പ്ലാന്റിനെ നമ്മൾ എന്ത് പറയും? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്ന് പറയും അല്ലേ? ഇറ്റ്സ് എ ബയോ പെസ്റ്റിസൈഡ്. ഇനി ആ പ്ലാന്റ്സിലാണെങ്കിലും ബാക്ടീരിയയിലാണെങ്കിലും അതിനൊരു ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഒരു ഇനാക്റ്റീവ് ഫോമായ പ്രോടോക്സിൻ ആയിട്ടാണ് അത് പ്ലാന്റിലാണെങ്കിലും ആ ബാക്ടീരിയയിലാണെങ്കിലും ഇരിക്കുന്നത്. ഇനി എപ്പോഴാണ്? വെൻ an insect feed the toxin അല്ലെങ്കിൽ when the insect feed the GM crop they reaches its gut. ആ സമയത്ത് അത് lose its inactive form and become active due to the alkaline pH of the gut. ആൽക്കലൈൻ pH കൊണ്ട് അത് അവിടെ ആക്റ്റീവ് ആകുന്നു. അങ്ങനെ ആക്റ്റീവായി തീരുന്ന ആ ടോക്സിൻ ബൈൻഡ്സ് ദ മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് ക്രിയേറ്റ് പോർസ് ആൻഡ് സ്വെല്ലിങ്സ് ഉണ്ടാക്കുന്നു. അതുപോലെ അത് അവസാനം ആ സ്വെല്ലിങ് വീർത്ത് വന്നത് പൊട്ടിപ്പോകുന്നു. അങ്ങനെ മിഡ് ഗട്ടൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി കോസസ് ദ ഡെത്ത് ഓഫ് ദ ഇൻസെക്ട്. അവസാനം ആ ഇൻസെക്റ്റിന്റെ ഡെത്തിന് കാരണമായി തീരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവർക്കും പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് BT കോട്ടൺ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.